പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. എല്ലാ കാര്യങ്ങളും പോസിബിളാക്കി തരുവാൻ കഴിയുന്ന ഒരു വലിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ദിനം തോറും വർദ്ധിച്ചു വരേണ്ട വിശ്വാസമാണ്. അവൻ്റെ വിചാരങ്ങളും അവൻ്റെ വഴികളും നമ്മുടെ വിചാരങ്ങളെക്കാൾ നമ്മുടെ വഴികളേക്കാൾ ഉന്നതമായതാണ്. ഹിസ് തോട്ട്സ് ആർ ബിയോണ്ട് അവർ തോട്ട്സ്. പ്രൈസ് ഗോഡ്. മനസ്സിലാക്കണം, ദൈവം എപ്പോഴും മിറാക്കുലസ് ആയിട്ടുള്ള സംഗതികളിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മെ അവൻ എൻകറേജ് ചെയ്യും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ പ്രാപ്തനാണെന്ന്. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 11 വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 11, വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തതിനെ വിശ്വസ്തനെന്നുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു. പ്രൈസ് ഗോഡ്. വിശ്വാസമുണ്ടല്ലോ, ഇമ്പോസിബിളായിട്ടുള്ള സംഗതികളോട്, ഈ ലോകത്തിലെ സംഗതികളോട് യുദ്ധം ചെയ്ത് അതിനെ പോസിബിലിറ്റിയിലേക്ക് നയിക്കും. വിശ്വാസം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഡിവൈൻ പ്രോമിസസ് ഉണ്ടല്ലോ, ആ ഡിവൈൻ പ്രോമിസസിൽ വിശ്വാസത്തിനൊരു ഗ്രിപ്പുണ്ട്. എന്നിട്ട് നമുക്കറിയാം അബ്രഹാമിൻ്റെയും സാറായുടെയും ചരിത്രം. സാറ, ആ സഹോദരി, പുത്രോൽപാദനത്തിന് കഴിവില്ലാത്തൊരു പ്രായത്തിലേക്ക് എത്തിയായിരുന്നു. കൺസീവ് ചെയ്യാനായിട്ട് കഴിയാത്തൊരു പ്രായത്തിലേക്ക് എത്തിയിരുന്നു. എന്നിട്ടും അവൾ ശക്തി പ്രാപിച്ചു. എന്തിനാ? ഒരു ബേബിയെ ലഭിക്കാൻ, ഒരു കുഞ്ഞിനെ ലഭിക്കാൻ. എൻ്റെ ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈസ് ദെയർ എനിത്തിങ് ടു മച്ച് ഫോർ ഹിം? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എബ്രായർ 11 അധ്യായത്തിനെ കുറിച്ച് പറയുന്നത് ഹാൾ ഓഫ് ഫെയ്ത്ത് എന്നാണ്. അനേക വിശ്വാസ വീരന്മാരുടെ കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ സഫറിങ്ങിൻ്റെ സീസൺസ് വന്നിട്ട് അവർ പിടിച്ചു നിന്നത് അവരുടെ വിശ്വാസം കൊണ്ടാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആ ഒരു ബിലീഫ്, ആ ഒരു വിശ്വാസത്തിൻ്റെ ഗ്രേറ്റ്നെസ് അല്ല. പിന്നെയോ നമ്മുടെ വിശ്വസ്തനായ ദൈവത്തെ നാം എത്രമാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മോട് വിശ്വസ്തനാകട്ടോ. ഹി ഹാസ് ഗ്രേറ്റ് തിങ്സ് ഫോർ യു ആൻഡ് മീ. അവൻ നമ്മെ ഉദ്ധരിക്കും, നമ്മളെ സസ്റ്റെയിൻ ചെയ്യും, നമ്മെ എംപവർ ചെയ്യും, നമ്മെ അപ്ഹോൾഡ് ചെയ്യും. കാരണം ഒരു കാര്യവും അവനാൽ അസാധ്യമല്ല എന്ന് ഓർക്കണം. പ്രൈസ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 25 26 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 19 വേഴ്സസ് 25 ആൻഡ് 26. അത് കേട്ട് ശിഷ്യന്മാർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതാണ്, താൻ തൻ്റെ തിരുവായ് മൊഴിഞ്ഞ് പറഞ്ഞതാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സകലവും സാധ്യമാണെന്ന്. ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ചാലഞ്ചസ് വരും. വെല്ലുവിളികളെ നാം നേരിടേണ്ടി വരും, പ്രതിസന്ധികളെ നാം നേരിടേണ്ടി വരും, പ്രതികൂലങ്ങളെ നാം നേരിടേണ്ടി വരും. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മുടെ ഫോക്കസ് നമ്മൾ കാണുന്നതിൽ നിന്ന് കാണാത്ത ചിലതിലേക്ക്, ചില എറ്റേണൽ റിയാലിറ്റിയിലേക്ക് മാറ്റണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നത്. 2 കൊരിന്ത്യർ 4 അധ്യായം അതിൻ്റെ 18 വാക്യം ഇങ്ങനെ പറയുന്നു. 2 Corinthians chapter 4 verse 18, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
ടെമ്പററി പ്ലഷേഴ്സ് ഉണ്ടല്ലോ, പ്രൈസ് ഗോഡ്, ചില മെറ്റീരിയൽ പൊസഷൻസൊക്കെ, അതിനുവേണ്ടി ദൈവമക്കളെ നാം നമ്മുടെ സമയം ചിലവഴിക്കരുത്. കാരണം നാം കാണുന്ന സകലതും ദാറ്റ് ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച്. അതിനെല്ലാം വ്യത്യാസം വരും, അതൊക്കെ നശിച്ചു പോകും, അതൊക്കെ ഇല്ലാതെയായിത്തീരും. എന്നാൽ നമ്മൾ കാണാത്ത ഒരു അൺസീൻ ഇറ്റേണൽ റിലമുണ്ട്. ദൈവരാജ്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, അവൻ്റെ നിത്യമായ മഹത്വം, അത് ലിമിറ്റ്ലെസ്സാണ്. നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറം. അത് പ്രാപിക്കാൻ വേണ്ടി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം കഴിയണം. നമ്മളൊരിക്കലും ദൈവത്തിൻ്റെ പ്രോമിസസ് മറന്നു പോകരുത്. ദൈവത്തിൻ്റെ സ്വഭാവം നാം അറിഞ്ഞിരിക്കണം. നമ്മെക്കുറിച്ച് അവനുള്ള പേർപ്പസ് അതും നാം മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും എല്ലാം ക്രിസ്തുവേശുവിനുള്ള പ്രത്യാശയാൽ അപ്പോൾ നിറയും. അല്ലാണ്ട് ഈ ലോകത്തിലെ സംഗതികളൊന്നും, പ്രതികൂലങ്ങളൊന്നും ദൈവമക്കളെ നമ്മെ വിഴുങ്ങിക്കളയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഫോക്കസ് ഏതിലാണ്? ഈ ലോകത്തിലെ ടെമ്പററി ആയിട്ടുള്ള സംഗതികളിൽ നാം പ്രീ ഒക്യുപ്പൈഡ് ആണോ? ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം തരും. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. മാത്യു ചാപ്റ്റർ 17 വേഴ്സ് 20. അവനവരോട് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. അതായത് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് കഷ്ടത്തിലായിപ്പോയ, ചന്ദ്രരോഗം പിടിച്ച ഒരു മകനെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് സൗഖ്യമാക്കുവാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ആ സമയത്ത് കർത്താവിൻ്റെ അടുക്കൽ ആ പിതാവ് ചെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കൊടുക്കുന്ന ഒരു മറുപടിയാണ് നാം അവിടെ കാണുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിശ്വാസം ദൈവമക്കളെ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് നോട്ട് ഓപ്ഷണൽ. പക്ഷേ സകലത്തിനെയും സാധ്യമാക്കി തീർക്കുവാൻ കഴിയേണ്ട ആ സമയത്ത് നമ്മുടെ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതാണ് ദൈവം ക്ലിയറായിട്ട്, യേശു കർത്താവ് ക്ലിയറായിട്ട് അവിടെ പറഞ്ഞത്. അതായത് യേശു കർത്താവിന് ആ ഡിമനെ, രോഗശക്തിയെ, അല്ലെങ്കിൽ ആ രോഗാത്മാവിനെ, ദുഷ്ടാത്മാവിനെ കാസ്റ്റ് ഔട്ട് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. പക്ഷെങ്കിൽ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ താൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ്, ഫെയ്ത്ത് ഈസ് റിക്വയർഡ് ടു സീ ദ ഇമ്പോസിബിൾ ഹാപ്പൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം. അല്ലാതെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ സാധിക്കത്തില്ല. അല്പവിശ്വാസം ദൈവത്തോടെ ശാസിക്കുക. അവിശ്വാസം കർത്താവിന് ഇഷ്ടമില്ല. എന്നാൽ ഉള്ള വിശ്വാസം കടുമുളിയോളെ ഉള്ളെങ്കിലും അതതിൻ്റെ ഫുൾനെസ്സിൽ നമുക്കുണ്ടെങ്കിൽ മലകളെ നീക്കുവാൻ നമുക്ക് കഴിയും. അല്ലെങ്കിൽ നാം വിചാരിക്കുന്നതിലും വലിയവനാണ് നമ്മുടെ ദൈവം. അവൻ ലിമിറ്റ്ലെസ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്ക് അവനിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയുമോ? നമ്മൾ ഓരോ ദിവസവും വിശ്വാസത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ദൈവം ഇമ്പോസിബിളായിട്ടുള്ള സംഗതികളുടെ ദൈവമായതുകൊണ്ട്, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമായതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ അവൻ അത്ഭുതം പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമ്മൾ അവൻ്റെ മുമ്പിൽ താഴ്ത്തി സമർപ്പിക്കണം. നമുക്കറിയാം, 12 വർഷം രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ ഊറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചു, തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചു, ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി. എന്നാൽ അവൾ യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ, പ്രൈസ് ഗോഡ്, യേശുവിൽ കൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ, വാട്ട് വേർ ദ മിറക്കിൾസ് ദാറ്റ് വേർ ഒക്കറിങ് ത്രൂ ഹിസ് മിനിസ്ട്രി, അതവളെ പിടിച്ചു നിർത്തി. അവൾ വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ പോയാൽ അവന് ഒരത്ഭുതം തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചു. അങ്ങനെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവൾ ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടു, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവൾ സൗഖ്യമായി. ഈ വലിയ ദൈവത്തെ സ്നേഹിപ്പാനും സേവിപ്പാനും ദൈവമക്കളെ ഒന്നേൽപ്പിച്ചു കൊടുക്കാമോ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും അത്ഭുതം നടക്കും. ഇൻക്രെഡിബിൾ പ്രെയർ
ഇൻക്രെഡിബിൾ വിക്ടറി കൊണ്ടുവരും. വിശ്വാസം വിക്ടറി കൊണ്ടുവരും. അതിനായിട്ട് നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്.